ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു വലിയ ആഗ്രഹമായിരുന്നു ഹണിമൂണിന് മാലദ്വീപ് വരെ പോകണം എന്നുള്ളത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് നമുക്കത് സാധ്യമായത്. ദുബായ് ടു മാലി ഫ്ലൈറ്റ്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അബുദാബിയിൽ നിന്ന് വിസ് എയറിലാണ് നമ്മൾ പോയത്. രണ്ടുപേർക്ക് റിട്ടേൺ അടക്കം 2000 ദിർഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിസ് എയറിൽ. പക്ഷേ വിസ് എയർ ഈവനിങ് മാത്രമേ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഈവനിങ് അവിടെ നിന്ന് റിസോർട്ടിലേക്ക് പിക്കപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളന്ന് നൈറ്റ് വേറൊരു ലോക്കൽ മാലിയിൽ തന്നെ ലോക്കൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. മാലി ടൗണിൽ തന്നെ ഉണ്ടായിരുന്ന നിയർ ബൈ ഉള്ള ഹോട്ടലാണ്. അപ്പോൾ അവർ തന്നെ എയർപോർട്ടിൽ പിക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വാനിലാണ് നമ്മൾ പോയത്. ഹോട്ടൽ നമ്മൾ അഗോഡയിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. പക്ഷേ അത്യാവശ്യം നല്ല നമുക്കൊരു ബേസിക് ഫെസിലിറ്റി ഒക്കെ ഉള്ള ഹോട്ടൽ തന്നെയാണ്. പിന്നെ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്യും, മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്ത ആലോക് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ആൾക്കാർ തന്നെയാണ് നമുക്ക് ഈ തെർക്കൂസ് എന്ന് പറഞ്ഞ ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്തത്. ഈ ഹോട്ടൽ അത്യാവശ്യം വൃത്തിയും അതുപോലെ തന്നെ അധികം റേറ്റും ഇല്ല. നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യും, പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ തന്നെ നമുക്ക് റിസോർട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഇവർ ഒരുക്കി തരും. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മാലി ടൗണ് അല്ല ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു നേരെ പുറത്തിറങ്ങി. മഴ പെയ്തിരുന്നു. അപ്പോൾ നേരെ മാലി ബീച്ചിലേക്കൊന്ന് ഇറങ്ങി. ഇത് മാലി ടൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം അങ്ങനെയുള്ള ബീച്ചും കാര്യങ്ങളും ഒരു നാച്ചറും ഒക്കെ അങ്ങനെ തന്നെയാണ്. വലിയ വ്യത്യാസം നമുക്കൊരു വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ ഹോട്ടലിലെ ആൾക്കാർ നമ്മളെ പിക്ക് ചെയ്ത് അതേ വാനിൽ തന്നെയാണ് നമ്മളെ നേരെ എയർപോർട്ടിലുള്ള റിസോർട്ടിൻ്റെ കൗണ്ടറിലേക്കും കൊണ്ടുവിടുന്നത്. മാലി സിറ്റി നമ്മുടെ നാട്ടിലൊക്കെ പോലെ ട്രാവൽ ചെയ്യുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് തോന്നിയത് മാലിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ട്രാവൽസുകാർ നമുക്കൊരു കൗണ്ടർ നമ്പർ തന്നിരുന്നു. ആ കൗണ്ടർ നമ്പറിലേക്ക് നമ്മൾ നേരെ പോയപ്പോൾ തന്നെ നമ്മൾ സ്പീഡ് ബോട്ട് റെഡിയാണെന്ന് പറഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് സ്പീഡ് ബോട്ടിന്. അപ്പോൾ ഇതുവരെ സ്പീഡ് ബോട്ട് പോകാത്തതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. സ്പീഡ് ബോട്ടിൽ കയറി. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് വരുമ്പോൾ തന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ കയ്യിൽ വെച്ച് പോകുന്ന വഴിക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സ്പീഡ് ബോട്ട് യാത്ര തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിച്ച പോലെയല്ല സ്പീഡ് ബോട്ട്. സ്പീഡ് ബോട്ട് ഒരു 1 അവർക്ക് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഒരു 4 അവേഴ്സ് ഉണ്ടായിരുന്നു. കുലുങ്ങി പണിയായി. അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായി. അപ്പോൾ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സീപ്ലെയിനാണ്. കാരണം ഈ കുലുക്കം ചില ആളുകൾക്ക് ഛർദിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ മെദുഫുഷി ഐലൻഡിലെത്തി. അപ്പോൾ അപ്പോഴത്തേക്ക് തന്നെ ലഞ്ചിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ലഞ്ച് കഴിച്ച് നേരെ നമ്മുടെ വാട്ടർ വില്ലയിലേക്കുള്ള യാത്രയാണ്. ഇതാണ് വാട്ടർ വില്ലയിലേക്കുള്ള ഈ വഴി. അപ്പോൾ നേരെ ഈ ബ്രിഡ്ജിലൂടെ നേരെ 2 സൈഡിലായിട്ട് വാട്ടർ വില്ലാസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ല. അപ്പോൾ വാട്ടർ വില്ല എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ മതി. അപ്പോൾ റൂമൊക്കെ നല്ല 5 സ്റ്റാർ ഫെസിലിറ്റിയാണ്. റൂമൊക്കെ അടിപൊളി റൂം തന്നെയാണ് റൂമിൻ്റെ ആംബിയൻസ്. പക്ഷേ മെയിൻ ആംബിയൻസ് പറഞ്ഞാൽ നേരെ പുറത്തുള്ള സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള പുറത്തുള്ള ആ വ്യൂ ഉണ്ടല്ലോ, അതൊരു മരണമാസ് വ്യൂ തന്നെയാണ്. അടിപൊളി വ്യൂ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനും കിടക്കാനൊക്കെ എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഐലൻഡ്സ് ഒക്കെ പറയുന്നത് കപ്പിൾ ഫ്രണ്ട്ലി ഐലൻഡിലാണ്. കപ്പിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഡേ വാട്ടർ വില്ല, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും 2 ഡേയ്സ് ബീച്ച് വില്ല, അങ്ങനെയാണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം വാട്ടർ വില്ലയിലുള്ള സ്റ്റേ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ വാട്ടർ വില്ല ഏരിയയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവുകയും ചെയ്യാം. അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ പോകാവുന്നില്ല. നമുക്ക് അവിടെ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതിനുശേഷം പിന്നെ ബീച്ച് വില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ ഈ വാട്ടർ വില്ലിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും വെള്ളമാണ്. വെള്ളത്തിൻ്റെ പുറത്താണ് മേലെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് നേരെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ നിന്ന് ഫുള്ള് മീനിനെയൊക്കെ കാണാൻ പറ്റും. ചെറിയ സ്രാവ്, തെരണ്ടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു വൈബ് തന്നെയാണ് അവിടെ. പിന്നെ അപ്പോൾ നമ്മളെ ബീച്ച് വില്ല എന്ന് പറയുന്നത് നേരെ അതായത് ബീച്ചിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരു വില്ലാണ്. അപ്പോൾ ഇതാണ് ബീച്ച് വില്ല. അപ്പോൾ ബീച്ച് വില്ലയിലേക്കുള്ള ബാക്ക് സൈഡിലുള്ള വഴിയാണിത്. അപ്പോൾ ഈ വില്ല എന്ന് പറയുമ്പോൾ 2 സൈഡിലായിട്ട് ഓരോ വില്ലകളുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു വേറെ ഫാമിലി ഉണ്ടാവും, നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ ഫാമിലി, സെൻറ്ററിലൊരു അതിൻ്റെ ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇവിടെ നിന്നും ഡയറക്റ്റ് സീ വ്യൂ ഉണ്ട്. ഡയറക്റ്റ് സീയിലല്ലെങ്കിൽ ബീച്ചിലേക്കുള്ള ആക്സസ്സും ഉണ്ട്. നമുക്ക് നേരെ റൂം നല്ല ഫെസിലിറ്റി തന്നെയാണ്. നേരത്തെ റൂം പോലെ തന്നെ നല്ല 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റൂം തന്നെയാണ്. റൂമിൽ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ റൂമിൽ നേരെ ഡോർ തുറന്ന് നമ്മൾ കാണുന്നത് ബീച്ചാണ്. പിന്നെ വില്ലേൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു നാച്ചുറൽ എക്സ്പീരിയൻസ് ആണ്. നല്ല തെങ്ങും അതേപോലെ തന്നെ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ആണ്. പ്രകൃതി രമണി ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പുകയാണ്. പിന്നെ റൂമിൽ നേരെ നമ്മൾ അതിൻ്റെ വാഷ് ഏരിയയിൽ വരുമ്പോൾ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരു ഓപ്പൺ ബാത്റൂം ഫെസിലിറ്റിയാണ്. അപ്പോൾ ഓപ്പൺ ബാത്റൂം എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട, പുറത്തുനിന്ന് ആരും കാണുന്നില്ല.
പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി വെറൈറ്റി ഓഫ് ഫുഡ്സാണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ആ ടൈമിങ്ങിൽ ഒരു 2 ഹവേഴ്സാണ് ഇത് സെർവ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും നമ്മൾ ആ ടൈം നമ്മൾ വേറെ എന്ത് ആക്ടിവിറ്റി ഉണ്ടെങ്കിലും മിസ്സാക്കാതെ ആ ടൈം കറക്റ്റ്, നമ്മൾ മാത്രം എല്ലാവരും ആ ടൈം കറക്റ്റ് പ്രസൻ്റ് ആയിരിക്കും. വന്ന് തിന്ന് തളർന്നിരിക്കുന്ന ആളെ കണ്ടില്ലേ, നമ്മൾ വന്ന് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണത് ഫുഡ്. പിന്നെ ഇത് ഈവനിങ് വൈബിൻ്റെ ഫോട്ടോ സെഷനാണ്. അപ്പോൾ എല്ലാ കപ്പിൾസും എല്ലാവരും വന്നിട്ടുള്ള ഫോട്ടോ ആണ്. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മളെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ സ്കൂബ ഡൈവിങ്, അതേപോലെ തന്നെ സ്നോർക്കലിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്നോർക്കലിങ് ഇത് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ സ്നോർക്കലിങ് ട്രൈ ചെയ്യാൻ പോയി വളരെ ഡിഫറെൻറ്റ് ലെവൽ എക്സ്പീരിയൻസ് ആണ് സ്നോർക്കലിങ്. കാരണം ഇവിടെ അവരൊരു സീൻ്റെ സെൻറ്ററിൽ പോയിട്ട് അവിടെയാണ് സ്നോർക്കലിങ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കവറി ചാനൽ കാണുന്ന പോലെ നമ്മൾ പവിഴപ്പുറ്റുകളും ഈ ടർട്ടിലും അങ്ങനെയുള്ള നല്ല വ്യൂ ഉണ്ടായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സ്നോർക്കലിങ്. അപ്പോൾ സ്നോർക്കലിങ് നമ്മൾ പോയത് അവിടെ ഒരു നോർമൽ ബോട്ടിലാണ്. പിന്നെ നമുക്കൊരു ഹണിമൂൺ പാക്കേജ് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞെങ്കിലും നമ്മൾ ചെറിയൊരു തരികിടയൊക്കെ നടത്തി ഹണിമൂൺ പാക്കേജ് ഒപ്പിച്ചു. അത് നമ്മൾ ട്രാവൽസുകാർ നമുക്കൊരു ഐഡിയ പറഞ്ഞു തന്നതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ പലതരം ആക്ടിവിറ്റീസും പലതരം എൻജോയ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. നമ്മളൊരു 3-4 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് തന്ന സ്ഥലമാണ് മാലദ്വീപ്. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ട് തന്നെ നമ്മൾ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ അന്വേഷിക്കാതെ എൻജോയ് ചെയ്ത് ആർമാദിച്ച് ഹണിമൂണിനൊക്കെ പറ്റിയ ഓപ്ഷനാണിത്. പിന്നെ ഈ റിസോർട്ട് നമുക്ക് ചാർജ് ചെയ്ത് 1,25,000 ഇന്ത്യൻ റുപ്പിയാണ്. അത് ആലോക് ടൂർസ് ആൻഡ് ട്രാവൽസ് വഴിയാണ്. അതിലെല്ലാം ഇൻക്ലൂസീവ് ആയിരുന്നു. വേറെ എക്സ്പെൻസ് ഉണ്ടായില്ല. നമ്മൾ ക്യാഷൊന്നും കൈ കരുതിയില്ല, കാർഡ് പേയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ ഒരു KFC മേടിച്ച് നേരെ ദുബായിക്ക് വിട്ടു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.